നെക്സ്റ്റ് യൂസസ് ഓഫ് സീഡ്സിൻ്റെ ഉപയോഗങ്ങൾ. ഈ പിക്ചറിൽ കാണാം അല്ലേ, സീഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ സീഡ് ക്രാഫ്റ്റിന് യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഭക്ഷണത്തിനും ന്യൂട്രീഷനും ഉപയോഗിക്കുന്നു. ഓയിൽ എക്സ്ട്രാക്ഷൻ, നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ സൺഫ്ലവറിൻ്റെ സീഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ എക്സ്ട്രാക്ഷന് സീഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആനിമൽ ഫീഡ്, മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ട്. മെഡിസിനൽ യൂസസ്, മരുന്നിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സ്പൈസസ് ആൻഡ് ഫ്ലേവറിങ്സ്, സ്പൈസസ് ആയിട്ട് നമ്മളെ കൊറിയാണ്ടർ പൗഡറൊക്കെ എന്താണ്, കൊറിയാണ്ടറൊക്കെ ഇതാണ് കൊറിയാണ്ടർ അല്ലേ. അതുപോലെ പെപ്പർ, ഇതൊക്കെ എന്താണ്, സീഡാണ്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്ലേവേഴ്സ്, അതായത് സ്പൈസസ് ആക്കി യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് യൂസ് ഓഫ് വെയിൻസ് ഇൻ ദ ലീവ്സ്. ഇറ്റ് ഈസ് ത്രൂ വെയിൻസ് ഓഫ് ലീവ്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. അതായത് ലീഫിൽ നിന്ന് നമ്മളെ നിങ്ങൾക്ക് കാണാം, മിസ് കാണിച്ചു തരാം. ഈ ഒരു ലീഫിൽ കാണുന്നുണ്ടാവും അല്ലേ, ഇതിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വെയിൻസിൻ്റെ പ്രത്യേകത എന്നാണ് അവിടെ കൊടുത്തത്. 2 പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ റൂട്ടിലൂടെയാണ് നമ്മളെ വാട്ടർ മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ വാട്ടറിനെ ഇതിലോട്ട് എത്തിക്കാനും അതുപോലെ ലീഫിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ബാക്കി പാർട്ടിലേക്കൊക്കെ എത്തിക്കുക. ഇതാണ് നമ്മളെ വെയിൻസ്, ഈ സീഡിൻ്റെ ഡ്യൂട്ടി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡ്യൂട്ടി. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 വിനേഷനാണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വിനേഷനും പാരലൽ വിനേഷനും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു വെയിനുണ്ട്, നടുവിലൊരു വരയുണ്ട്, അതിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുക. ഇനി പാരലൽ വിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് നമ്മൾ നോഡ് എന്ന് പറയും, ഈ ഭാഗത്തിന് ടിപ്പ് എന്ന് പറയും. അപ്പോൾ ഈ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ എൻഡ് ഭാഗത്തിൽ എൻഡ് ചെയ്യുന്നത്, അതായത് പാരലലായിട്ട് വേറൊരു ലൈനുമ ടച്ച് ചെയ്യാതെ പാരലലായിട്ട് പോകുന്ന ഈ ലീഫിലെ പാറ്റേൺ. അപ്പോൾ ഇവിടെ എന്താണ്, മെയിനായിട്ടൊരു വെയിനുണ്ട്, അതിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയി വന്നു. ഇവിടെ വേറൊരു ലൈനിൽ തട്ടാതെ പാരലലായിട്ട് ആണ് ഈ ഒരു ലീഫിൽ പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാരലൽ വിനേഷനും ഇത് റെറ്റിക്കുലേറ്റ് വിനേഷനും ആണ് കേട്ടോ. അപ്പോൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്താണെന്ന് നോക്കാം. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക്സ് ഓഫ് എ നെറ്റ്. ഒരു നെറ്റിനെ പോലെ, അതായത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചായിട്ട് മെയിനായിട്ടൊരു വരണ്ട്, വെയിന്, ആ വരനെ വെയിന് എന്ന് വിളിക്കും. അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് റെറ്റിക്കുലേറ്റ് വിനേഷൻ. ഇനി പാരലൽ വിനേഷൻ എന്താ? ദ വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ്. നോഡ് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തിനാണ്. അപ്പോൾ ഈ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് റീച്ച് ദ ടിപ്പ് ഇൻ പാരലൽ വിത്തൗട്ട് ടീച്ചിങ് ഈച്ച് അതർ. വേറൊരു ലൈനുമ തട്ടാതെ ഈ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നതാണ് നമ്മളെ പാരലൽ വിനേഷൻ. ഓക്കെ, അപ്പോൾ റെറ്റിക്കുലേറ്റ് വിനേഷനും പാരലൽ വിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡൗട്ട് വരാതിരിക്കാൻ. ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും ഉണ്ട്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു റൂട്ട്, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരിക. ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുക. ഇനി ഫൈബ്രസ് റൂട്ട് അങ്ങനെയല്ല, സ്റ്റെമ്മിൽ നിന്ന് ഡയറക്റ്റ് നോക്കിയേ ഇങ്ങനെ അപ്പോൾ ഇതുപോലെ പാരലലായിട്ടല്ല അതിന് വരിക. അപ്പോൾ ഇത് ഫൈബ്രസ് റൂട്ടും ഇത് ടാപ്പ് റൂട്ടുമാണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ എപ്പോഴും ടാപ്പ് റൂട്ടായിരിക്കും, പാരലൽ വിനേഷൻ എപ്പോഴും ഫൈബ്രസ് റൂട്ടായിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ മെയിനായിട്ടൊരു വരണ്ട്, അതിൽ ബ്രാഞ്ച് വന്നു. ഇവിടെ ടാപ്പ് റൂട്ടിൻ്റെ കേസിൽ മെയിനായിട്ടൊരു റൂട്ടുണ്ട്, അതിൽ ബ്രാഞ്ച് വന്നു. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. ഇനി ഇത് നിങ്ങൾക്ക് കാണാം അല്ലേ, പാരലലാണ്, അതുപോലെ തന്നെ ഇവിടെ ലൈൻസാണ്. അപ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി റെറ്റിക്കുലേറ്റ് വിനേഷൻ്റെ എക്സാമ്പിൾ റോസ്, തുളസി, ഹിബിസ്കസ്, പപ്പായ. റോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ റോസാ ചെടി, തുളസി, ഹിബിസ്കസ്, ചെമ്പരത്തി, പപ്പായ നമ്മളെ കർമൂസ. ഇനി പാരലൽ വിനേഷൻ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ബനാന, നമ്മളെ വാഴ, ഗ്രാസ്, പുല്ല് വർഗ്ഗങ്ങളൊക്കെ ഏകദേശം ഈ കാറ്റഗറിയിലാണ് കേട്ടോ പെടുക. ഓക്കെ, അപ്പോൾ ഇതാണ് റെറ്റിക്കുലേറ്റ് വിനേഷൻ്റെയും പാരലൽ വിനേഷൻ്റെയും എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് മിസ് പറഞ്ഞു തന്നാൽ ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, ഗ്രീൻ ഗ്രാം നമ്മളെ ചെറുപയർ ചെടി, ഗ്രാസ്, പുല്ല്, കോക്കനട്ട് ട്രീ ആർ കോമൺലി അസോസിയേറ്റഡ് വിത്ത് പാരലൽ വിനേഷൻ ഇൻ മോണോകോട്ട്. ഈ ഫൈബ്രസ് റൂട്ടിലാണ് പാരലൽ വിനേഷനും, അതുപോലെ അത് മോണോകോട്ടാണ് കേട്ടോ. ഇനി ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ ആർ ഓഫൺ ലിങ്ക്ഡ് ടു റെറ്റിക്കുലേറ്റ് വിനേഷൻ ഇൻ ഡൈക്കോട്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്, അത് ഡൈക്കോട്ടാണ്. ഓക്കെ, ഈ മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിലിടാനുള്ളത്,
ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ 2 കോട്ടിയിലിടാനുള്ളത്. ഇനി ഇതെന്താണെന്നുള്ളത് ശരിക്കും മിസ് ഡിഫൈൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ,